വളരെ പണ്ട് നടന്ന കാര്യമാണ്. 7 കടലുകൾക്കപ്പുറം ഒരു മനോഹരമായ രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവും റാണിയും വളരെ ദയാലുക്കളായിരുന്നു. അവർക്ക് 7 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്കൊരു പുത്രി ജനിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇതുവരെ അവരുടെ ആഗ്രഹം സഫലമായില്ല. ഒരു ദിവസം രാത്രിയിൽ രാജാവും റാണിയും അത്താഴത്തിനു ശേഷം നദിക്കരികെ ഉലാത്തുകയായിരുന്നു. അവർ നദിയിലൂടെ ഒരു കുട്ടയിൽ ഒരു പെൺകുഞ്ഞ് ഒഴുകി വരുന്നത് കണ്ടു. രാജാവ് ഉടനെ തന്നെ തന്റെ സേവകരെ വിട്ട് ആ കുട്ട പുറത്തെടുപ്പിച്ചു. രാജ്യം മുഴുവനും ഉത്സവം വിളംബരം ചെയ്തു. ഈ കുട്ടിയെ ഇനി മുതൽ നാം നമ്മുടെ പുത്രിയായി വളർത്തും. പുത്രിയുടെ ജാതകം തയ്യാറാക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ഏറ്റവും കേമനായ ജ്യോതിഷിയെ വരുത്തിച്ചു. രാജാവേ, ഒരുപാട് വ്യസനത്തോടെയാണിത് പറയുന്നത്. ഈ കുട്ടിയുടെ വരവ് തീർച്ചയായും നമ്മുടെ കുലത്തിന് നല്ലതായി കാണുന്നില്ല. ഗുരുവേ, എന്ത് കാര്യമാണെങ്കിലും അത് പറഞ്ഞോളൂ. അങ്ങുന്നേ, അങ്ങയുടെ കുടുംബത്തിൽ ഈ കുഞ്ഞ് വളരുകയാണെങ്കിൽ അങ്ങയുടെ 7 മക്കളും മരണമടഞ്ഞു പോകും. നിങ്ങൾ ഇതെന്താണ് പറയുന്നത് ഗുരു? നിങ്ങൾക്ക് ബോധമില്ലേ? സേവകരെ, ഈ ജ്യോതിഷിയെ പിടിച്ച് പുറത്താക്ക്. രാജാവ് ജ്യോതിഷിയുടെ വാക്കുകളെ വിശ്വസിച്ചില്ല. എന്നാൽ ആ പെൺകുഞ്ഞിന്റെ ആദ്യ ജന്മദിനം വന്നപ്പോൾ രാജാവിന്റെ ഏറ്റവും മുതിർന്ന മകൻ മരണമടഞ്ഞു. അപ്പോൾ രാജാവിന് ആ ജ്യോതിഷിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. രാജാവ് പെട്ടെന്ന് തന്നെ തന്റെ സേവകരെ വിളിച്ച് ജ്യോതിഷിയെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ ആ സേവകൻ തനിച്ചാണ് മടങ്ങിയെത്തിയത്. മഹാരാജാവേ, ഇവിടുന്ന് പോയ ജ്യോതിഷിയില്ലേ, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അടുത്ത രാജ്യത്തുണ്ടെന്നാ. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അയൽ രാജ്യത്ത് ചെന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാം. തീർച്ചയായും അദ്ദേഹത്തെ കൊണ്ടുവരൂ. അങ്ങനെ അയൽ രാജ്യത്തു നിന്നും ആ ജ്യോതിഷിയെ വിളിപ്പിച്ചു. എന്റെ സഹോദരൻ അന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഇപ്പൊ എനിക്കത് വിശ്വാസമായി ഗുരു. പക്ഷേ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ പുത്രിയെ ഒരു അഗ്നിവലയത്തിൽ വളർത്തുകയാണെങ്കിൽ അവൾ വളർന്നു വരുംതോറും അങ്ങയുടെ പുത്രന്മാർക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം, തീ ഉയർന്നു കത്താതെ സൂക്ഷിക്കണം. ഉടനെ തന്നെ ഒരു കുഞ്ഞു വീടുണ്ടാക്കി അതിനു ചുറ്റിലായി തീ കൊണ്ടൊരു വേലിയുണ്ടാക്കി അതിൽ മനിലയെന്ന് പേരിട്ട ആ രാജകുമാരിയെ താമസിപ്പിച്ചു. അങ്ങനെ തീ കൊണ്ട് വേലി കെട്ടിയ വീട്ടിൽ അവൾ വളർന്നു. സമയം കടന്നുപോയി. ആ വീടിനു ചുറ്റും അപ്പോഴും തീ കത്തുന്നുണ്ടായിരുന്നു. രാജാവും റാണിയും മൃതിയടഞ്ഞു. 6 സഹോദരന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ രാജ്യഭാരം ഏറ്റെടുത്ത് രാജാവായി മാറി. എന്റെ സഹോദരന്മാരെ, സമയമാഗതമായി. നമ്മുടെ ഒരേ ഒരു സഹോദരിയെ അഗ്നിവലയത്തിൽ നിന്നും കൊണ്ടുവന്ന് അവളെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു കുടുംബജീവിതം കൊടുക്കണ്ടേ? ശരിയാണ് പറഞ്ഞത് ജ്യേഷ്ഠ. നമ്മുടെ പാവം സഹോദരി തീച്ചൂടേറ്റ് കഷ്ടപ്പെട്ട് കഴിയുകയായിരിക്കും. സഹോദരന്മാരെല്ലാവരും കൂടി തങ്ങളുടെ സഹോദരിയുടെ അടുത്തെത്തി. സഹോദരി, സമയമായിരിക്കുന്നു. ഇനി നിനക്ക് ഈ തീവലയത്തിൽ നിന്നും പുറത്തിറങ്ങാം. അതേ ജ്യേഷ്ഠ, എനിക്ക് ഈ ലോകം മുഴുവനും കാണണം. എത്ര കാലമായി ഞാൻ തടവറയിൽ കഴിയുന്ന പോലെ ഈ തീ കൊണ്ടുള്ള വേലിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അവർ വനിലയെ പുറത്തേക്കിറക്കി. വനില ആദ്യമായി മരങ്ങളും പൂക്കളും ചെടികളും പൂമ്പാറ്റയും നദിയും ഒക്കെ കണ്ടു. പെട്ടെന്ന് അവളുടെ കണ്ണ് ഒരു വെളുത്ത പക്ഷിയിൽ പതിഞ്ഞു. നോക്കൂ, എന്തൊരു ഭംഗിയുള്ള പക്ഷിയാ! ആ പക്ഷിയെ എന്താ വിളിക്കുന്നത്? ഇത് ബംഗല രാജ്യത്തെ പക്ഷിയാ. എനിക്ക് ബംഗല രാജ്യത്തെ കുമാരനെ വിവാഹം കഴിക്കണം. മറ്റാരെയും എനിക്ക് വേണ്ട. പക്ഷേ ഞങ്ങൾ ബംഗലൂർ രാജകുമാരനെ എങ്ങനെ കൊണ്ടുവരാനാ? അതൊന്നും അറിയില്ല. എവിടുന്നെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബംഗലൂർ രാജ്യത്തെ കുമാരനെ മാത്രമേ വിവാഹം കഴിക്കൂ. ഒരു സഹോദരൻ മാത്രം രാജ്യം നോക്കുന്നതിനായി കൊട്ടാരത്തിൽ നിന്നു. ബാക്കി 5 പേരും ബഗലു രാജകുമാരനെയും തേടിയിറങ്ങി. അവർ ഒത്തിരി ദൂരം സഞ്ചരിച്ചു. എന്നാൽ അവർക്ക് ബഗലു രാജ്യത്തെ കുമാരനെ കണ്ടെത്താനായില്ല. എന്റെ ചേട്ടാ, നമ്മുടെ ഭക്ഷണമെല്ലാം തീർന്നിരിക്കുന്നു. ഉടനെ നമ്മൾ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ഈ കാട്ടിൽ കിടന്ന് നമ്മൾ മരിക്കും. അല്ലല്ല, നമ്മൾ ബഗലൂർ രാജകുമാരനെ കാണാതെ തിരിച്ചു പോകില്ല. കാരണം നമ്മൾ വെറും കൈയോടെ മടങ്ങിയാൽ നമ്മുടെ സഹോദരി ആകെ നിരാശയിലാകും. 5 സഹോദരങ്ങളും വീണ്ടും അന്വേഷണത്തിലായി. കാട്ടിൽ വെച്ച് അവരൊരു സന്യാസിയെ കണ്ടു. താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ ഈ ബംഗള രാജകുമാരൻ എവിടെയാണെന്ന്? എന്റെ കുഞ്ഞേ, ഇവിടെ നിന്ന് ദക്ഷിണ ദിശയിലേക്ക് ഒരൽപ്പം കാതം സഞ്ചരിക്കൂ. അവിടെയാണ് ബഗളൂർ രാജ്യം. അവർ 5 പേരും സന്യാസി പറഞ്ഞ ദിക്കിലേക്ക് സഞ്ചരിച്ചു. അവരെത്തിച്ചേർന്നത് ഒരു പ്രത്യേക രാജ്യത്തിലായിരുന്നു. അതായത് അവിടുത്തെ എല്ലാ വസ്തുക്കളും വെളുത്തതായിരുന്നു. കടകളും വീടുകളും മധുരപലഹാരങ്ങളും അവിടുത്തെ ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും വെളുത്തതായിരുന്നു.
അവരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടം ഭരിച്ചിരുന്നത് ബഗുലു രാജ്യത്തെ കുമാരനാണ്. അവർ 5 പേരും കൊട്ടാരത്തിലേക്ക് ചെന്നു. എത്തിയ ഉടനെ ബഗുലു രാജകുമാരനോട് തങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു. ബഗളു കുമാര, അങ്ങ് ഞങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിൽ അവൾ ഈ ജീവിതം മുഴുവൻ ഒറ്റയ്ക്കാകും. എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ബുദ്ധിയില്ലാത്ത പെൺകുട്ടിയല്ല കല്യാണം കഴിക്കേണ്ടത്. ബഗുല ബുദ്ധിമാനും സമർത്ഥനുമായ പക്ഷിയാണ്. ഞാൻ ബഗുലകളുടെ രാജകുമാരനും. നിങ്ങളുടെ കുമാരി ബുദ്ധിമതിയാണെന്ന് തെളിയിച്ച് കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ വിവാഹം ചെയ്തോളാം. തീർച്ചയായും ഞങ്ങളുടെ സഹോദരി ബുദ്ധിമതിയാണ്. വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിച്ച് സ്വയം മനസ്സിലാക്കാം. ബഗുലു രാജ്യത്തെ കുമാരൻ ആ 5 കുമാരന്മാരെയും വളരെ നന്നായി തന്നെ പരിചരിച്ചു. അവർക്ക് വിശ്രമിക്കാനായി നല്ലൊരു മുറി തന്നെ കൊടുത്തു. കുമാരന്മാർ സ്വന്തം രാജ്യത്തിലേക്ക് ഒരു കത്തയച്ച് കുമാരിയോട് ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചു. ആ ക്ഷണം അവൾക്ക് കിട്ടിയതും കുമാരി വളരെയധികം സന്തോഷിച്ചു. ഉടനെ തന്നെ പുറപ്പെടാൻ ഒരുങ്ങി. അപ്പോൾ രാജ്യം ഭരിച്ചിരുന്ന സഹോദരനോട് പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്കൊരു കുതിരയും 2 തോഴിമാരും 2 സേവകരെയും വേണമായിരുന്നു. ഞാൻ നാളെ പുലർച്ചെ തന്നെ ബഗുലു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ തന്റെ സഹോദരി പറഞ്ഞതെല്ലാം തന്നെ ചെയ്തു കൊടുത്തു. യാത്രക്കിടയിൽ കുതിരപ്പുറത്തിരുന്ന കുമാരി ഉറങ്ങാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നത് വയസ്സായൊരു തോഴിയും അവരുടെ മകളുമാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ വൃദ്ധയായ തോഴി ആലോചിച്ചു, രാജകുമാരിക്ക് പകരം എന്റെ ഈ മകളെയാണ് ബംഗ്ലാ രാജ്യത്തെ രാജകുമാരൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ എത്ര നന്നായി. അവർ സൈനികർക്ക് കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞാൻ കൊട്ടാരത്തിലെ പ്രധാന സേവികയാണെന്ന്. നമ്മുടെ ഖജാൻജി എന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഓരോ കിലോ വീതം സ്വർണ്ണനാണയം വാങ്ങിത്തരും. അതിന് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? എന്തു ചെയ്യണം? രാജകുമാരി വനില ഈ സമയത്ത് ഉറങ്ങുകയാണ്. നിങ്ങൾ രണ്ടും കൂടെ കുമാരിയെ വല്ല കിണറ്റിലോ പുഴയിലോ തള്ളിക്കളയണം. അങ്ങനെയെങ്കിൽ എന്റെ മകളുടെ വിവാഹം ബഗലു രാജ്യത്തെ കുമാരനുമായിട്ട് നടത്തുവാൻ സാധിക്കും. ആ സൈനികർ സ്വർണത്തിന്റെ കൈക്കൂലിയിൽ മയങ്ങിപ്പോയി. അവർ കാട്ടിനുള്ളിലെ ഒരു പുട്ടക്കുളത്തിലേക്ക് കുമാരിയെ വലിച്ചെറിഞ്ഞു. കുമാരി അവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് ഉറക്കെ നിലവിളിച്ചു. ഉടനെ തന്നെ സേവകരും തോഴിമാരും കൂടെ അവിടെ നിന്നും ഓടിപ്പോയി. വൃദ്ധയായ തോഴിയുടെ മകളായിരുന്ന പെൺകുട്ടി തീർത്തും ഒരു വിഡ്ഢിയായിരുന്നു. അവർ ബഗ്ലു രാജ്യത്തെ കുമാരനെ ചെന്ന് കണ്ടു. 7 സഹോദരന്മാരുടെ ഒറ്റ പെങ്ങൾ ഞാനാണ്. ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിന്റെ ബുദ്ധി എത്രയുണ്ടെന്ന് പരീക്ഷിക്കട്ടെ. ആദ്യത്തെ ചോദ്യം കേട്ടോളൂ. തമ്മിൽ കൂട്ടുകയും ഗുണിക്കുകയും ചെയ്താലും ഒരേ ഉത്തരം കിട്ടുന്ന 3 സംഖ്യകൾ ഏതാണെന്ന് പറയാമോ? ആ തോഴിയുടെ മകളുടെ വാ തുറന്നുപോയി. നിന്റെ സഹോദരൻ പറഞ്ഞത് നിനക്ക് വലിയ ബുദ്ധിയാണെന്നാണല്ലോ. അപ്പോ അവർ പറഞ്ഞത് കള്ളമാണ്. ഇത്രയും എളുപ്പമുള്ള ചോദ്യം പോലും അറിയില്ല. സൈനികരെ, ആ 5 സഹോദരന്മാരെയും വിളിപ്പിക്കൂ. അവർ 5 പേരെയും ബഗ്ലു രാജകുമാരന്റെ മുന്നിലേക്ക് എത്തിച്ചു. നിങ്ങളുടെ സഹോദരി ബുദ്ധിമതിയാണെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഇവൾക്കൊരു ചെറിയ കണക്ക് പോലും അറിയില്ലല്ലോ. അല്ലയോ രാജകുമാര, അങ്ങ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹോദരിയെയല്ല. ഭഗവാനെ, വീണ്ടും കള്ളമോ? സൈനികരെ, ഇവരെ ഉടൻ തന്നെ നമ്മുടെ കാരാഗ്രഹത്തിലടക്കൂ. കുറച്ചു ദിവസങ്ങൾക്കകം ഇവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം. നിർത്തൂ ബഗ്ലു രാജ്യത്തെ കുമാര. ഇവരുടെ എല്ലാം യഥാർത്ഥ സഹോദരി ഞാനാണ്. എങ്കിൽ ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തൂ. തമ്മിൽ കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്താലും ഒരേ ഉത്തരം കിട്ടുന്ന ആ 3 സംഖ്യകൾ ഏതാണ്? 1, 2, 3. ആഹാ, മനോഹരം, അതിമനോഹരം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നീയാണ് ഇവരുടെ സഹോദരിയെങ്കിൽ ഈ പെൺകുട്ടി ഇവളേതാ? ഇതെന്റെ തോഴിയുടെ മകളാണ്. ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ ഇവർ രണ്ടാളും ചേർന്ന് എന്നെ അപകടത്തിൽപ്പെടുത്തി. എന്റെ ഭാഗ്യത്തിന് എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്താൻ സാധിച്ചു. ബഗ്ലു രാജ്യത്തെ കുമാരൻ കുമാരിയുടെ തോഴിയെയും മകളെയും കാരാഗ്രഹത്തിൽ അടച്ചു. വനില രാജകുമാരിയെ വളരെ ആർഭാടപൂർവ്വം വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു.